ശക്തന്റെ തട്ടകത്തിൽ പുലികളിക്കായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. സാനു കെ സജീവ് ചേർന്നുണ്ട്. സാനു, ആ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ ഇനി അറിയാനുള്ളത് ആ ഒരു ആവേശം, ഒരുപക്ഷെ നിരവധി സസ്പെൻസുകൾ ഇത്തവണ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓരോരോ പുലികൾക്കും ഓരോരോ വ്യത്യസ്ത ഭാവങ്ങൾ തന്നെയാണ് ഒരുക്കുന്നത്. എങ്ങനെയാണ് അവിടെയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്? വിഷ്ണു, നമ്മളിപ്പോൾ ഉള്ളത് സീതാറാം മിൽ ദേശത്താണ് ഉള്ളത്. ഇവിടെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടക്കുന്നു. കാലേക്കുട്ടി തന്നെ അതിനുവേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. അതിൻ്റെ ഒരു ഘട്ടം പിന്നിടുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. പല പുലികളും ഇതിനോടകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ വേഷമിട്ട് കഴിഞ്ഞിട്ടുണ്ട്, ചായം പൂശി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ കരിമ്പുലിയും പുള്ളിപ്പുലിയും പെൺപുലിയും അടക്കം ഈ പുലികളുടെ എല്ലാ വേർഷനുകളിലുള്ള പുലികളും ഈ സീതാറാം മിൽ ദേശത്ത് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പെൺപുലികളടക്കം ഈ പുലിമട വിട്ട് പുറത്തേക്ക് വരുന്നതിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയാണ്. അവരും ഈ പുലിവേഷം അണിയുകയാണ്, പുലികളാവുകയാണ്. ഒപ്പം തന്നെ പുള്ളിപ്പുലിയുണ്ട്, കരിമ്പുലിയുണ്ട്, കുട്ടിപ്പുലിയുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള പുലികളും ഇവിടെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ തയ്യാറെടുത്ത്, അതായത് മീശ വെച്ച് തയ്യാറെടുത്ത് ഇങ്ങനെ രൗദ്രഭാവം പൂട്ടി ഇങ്ങനെ നിൽക്കുന്ന പുലിനെയാണ്. എത്രത്തോളം ആവേശത്തിലാണ് നമ്മൾ ഈ അവസാന ഘട്ടം എത്തുമ്പോൾ? അടിപൊളിയാണ്. എത്ര വർഷമായിട്ട് നമ്മൾ ഞാനിപ്പോൾ 8 വർഷമായി. തീർച്ചയായിട്ടും 8 വർഷമായിട്ട് പുലിവേഷമിടുന്ന, അല്ലെ പുലിയാവുന്ന, പുലിയായി മാറുന്ന ഒരാളാണ് നമ്മളിപ്പോൾ കണ്ടത്. അദ്ദേഹം നേരത്തെ തന്നെ ഒരുങ്ങി ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഒപ്പം തന്നെ മറ്റൊരു പുലിയും കൂടെ നമുക്കൊപ്പം ചേരുകയാണ്. അതും ഒരു രൗദ്രഭാവം പൂട്ട് ഒരുക്കങ്ങളുടെയൊക്കെ ആദ്യ ഘട്ടമൊക്കെ പിന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എത്രത്തോളം ആവേശമുണ്ട്? എത്രാമത്തെ തവണയാണ് നമ്മൾ ഈ പുലിവേഷമൊക്കെ? 8ാമത്തെ പ്രാവശ്യം. 8. ഈ ദേശത്ത് തന്നെയാണോ പുലി? ആ. എന്നാൽ ഈ ഒരു ഓണാഘോഷത്തിന് പുലി ഇല്ലാതെ ഒരു പൂർണ്ണമാവില്ലല്ലേ? ഇല്ല, പുലി വേണം. പുലി കേരളത്തിൽ പുലി വേണം. പൂരം കഴിഞ്ഞാൽ പിന്നൊരു പൂരം. പുലി മകനുണ്ട് കൂടെ. മകനും ഒരുങ്ങുന്നുണ്ട്. മകനും തയ്യാറെടുത്ത് കഴിഞ്ഞു. ഏതാ മകൻ? ഏതാ മകൻ? ഓക്കെ. അതിപ്പം തൃശ്ശൂരിലെ പുലിക്കളി ആവേശത്തിന്റെ ഒരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ കൂടി ചേർന്നുണ്ട്. അരുൺ, നമുക്കറിയാം കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരി ഇത്തവണ നിരവധി ടീമുകളാണ് എത്തുന്നത്. ഒപ്പം തന്നെ വേറിട്ട ചില കാഴ്ചകൾ കൂടി കാണാനുണ്ട്. അത്തരത്തിലുള്ള സസ്പെൻസുകൾ കൂടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും എങ്ങനെയാണ് ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്? അരുണിലേക്ക് വരാം. എന്തായാലും പുലികളിക്കായുള്ള ഒരുക്കങ്ങൾ തകൃതിയായി പുരോഗമിക്കുകയാണ്. ശക്തന്റെ തട്ടകത്തെ വിറപ്പിക്കാനെത്തുന്ന പുലികൾ പുലിമടകളിൽ നിന്നും ഇറങ്ങുന്ന ആ ഒരു കാഴ്ചയ്ക്കായി തന്നെയാണ് കാത്തിരിക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾ അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരി ഇത്തവണ നിരവധി ടീമുകളാണ് എത്തുന്നത്. വളരെ വലിയൊരു ആവേശം തന്നെയല്ലേ? കാരണം കഴിഞ്ഞ തവണത്തെക്കാളും കൂടുതൽ പുലികളി സംഘങ്ങൾ, അതായത് 9 സംഘങ്ങൾ ഇത്തവണ ഉണ്ട് എന്നുള്ളത് അത് തീർച്ചയായിട്ടും വളരെ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത്തരം ഒരു കലാരൂപം അന്യം നിന്ന് പോകുന്നു എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും പല ടീമുകൾക്കും അവർക്ക് സാമ്പത്തികപരമായിട്ടും മറ്റുമൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നൊക്കെ പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ ഏതായാലും ഇപ്പോൾ അതിന് ഒരു കൂടുതൽ ആളുകൾ വരുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. മാത്രമല്ല നമുക്കറിയാം ഇത്തവണ ഈ പുലികളി സംഘങ്ങൾ 3 ലക്ഷം രൂപ വീതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ ഏതായാലും ഇത്തരത്തിലുള്ള കലാകാരന്മാർക്കും തൃശ്ശൂരിലെ ഓരോ ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അത് വലിയ ആശ്വാസവുമാണ്. ഒപ്പം ഇത്തരം ഒരു കലാരൂപം, ആ കലാരൂപത്തെ കൂടുതൽ മുകളിലേക്ക് എത്തിക്കുന്നതിന്, കൂടുതൽ ആളുകൾ ഇതിന് ഈ കലാരംഗത്തേക്ക് രംഗത്ത് വരുന്നതിനൊക്കെ കാരണമാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ചക്കാമുക്കിൻ്റെ പുലിമടയിലാണ്. നമ്മൾ ഇന്ന് രാവിലെ ആദ്യം ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് വിയൂരാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് ചക്കാമുക്കിലാണ്. ചക്കാമുക്കിലും വരകൾ ഇങ്ങനെ തകൃതിയിൽ പുരോഗമിക്കുകയാണ്. എപ്പോൾ തുടങ്ങിയതാണ്? ഇത് കാലത്ത് ഒരു 7ക്ക് തുടങ്ങിയതാണ്. ഇവിടെ പ്രത്യേകത വെച്ചാൽ കൂടുതൽ കലാകാരന്മാരാണ്, പഞ്ചവാദ്യ മേളത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ കൊമ്പ് വായിക്കുന്ന ആളാണോ ചുണ്ട് കാണുമ്പോൾ തന്നെ? ഞങ്ങളുടെ മച്ചാടിൽ നിന്ന് ആദ്യമായിട്ടാണ് പുലിമടയിലേക്ക് വരുന്ന ഒരു കലാകാരനാണ്. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ പൂരങ്ങൾക്ക് കൈയടക്കുന്ന കലാകാരന്മാരെ ഇപ്രാവശ്യം ഓണത്തിനോടനുബന്ധിച്ചിട്ട് ഈ തൃശ്ശൂർ റൗണ്ട് തന്നെ കീഴടക്കാനാണ് ഉദ്ദേശിക്കുന്നത്, എല്ലാ കലാകാരന്മാരും കൂടി. നിങ്ങൾ പൂരപ്പറമ്പിൽ ഒരുപാട് ആളുകളെ എങ്ങനെ മേളവും ഒക്കെ കൊട്ടി ആളുകൾക്ക് കാതുകൾക്കിമ്പയാണ്. ഇപ്പൊ അവരുടെ കണ്ണുകൾക്ക് കൂടെ അല്ലേ അതിന് സന്തോഷം വരാൻ വേണ്ടിയിട്ട് ഈ റൗണ്ട് കീഴടക്കാൻ വേണ്ടിയിട്ട് എല്ലാ കലാകാരന്മാരും പുലിവേഷത്തിൽ റെഡി ആയി നിൽക്കുന്നതാണ് ഇപ്പോൾ.
പുലിക്കൊട്ടിനെ കുറിച്ച് കലാകാരന്മാരെ കൊണ്ട് ചോദിക്കുകയാണ്. പുലിക്കൊട്ടിനെ കുറിച്ച് എന്താണ്? ഈ പുലിക്കൊട്ട് ശരിക്കും നമുക്ക് മറ്റൊരിടത്തും കേൾക്കാൻ പറ്റില്ല. കാരണം പഞ്ചവാദിയും പഞ്ചാരിമേളവും ഒക്കെ നമുക്ക് പല ഇടങ്ങളിലും കേൾക്കാൻ പറ്റും. പുലിക്കൊട്ട് ഇവിടെ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ അല്ലേ? പുലി എന്ന് പറഞ്ഞാൽ ഇത് മധ്യകേരളത്തിൻ്റെ ഒരു ആഘോഷമാണ്, ഓണത്തിൻ്റെ ഒരു ആഘോഷം. അത് ലോകം പ്രശസ്തമായതാണ്. അത് ഇവിടെ മാത്രമേ കേൾക്കാൻ സാധിക്കുള്ളൂ. അത് ഈ പുലിക്കൊട്ട് പ്രത്യേകം ചിട്ടപ്പെടുത്തിയാണ് അത് തന്നെയാണത്. ചിട്ടപ്പെടുത്തിയ കൊട്ടാണ്. അത് ഇവിടെ മാത്രമേ കേൾക്കാൻ സാധിക്കുള്ളൂ. അത് മറ്റുള്ള കൊട്ടുന്ന വ്യത്യസ്തമായ കൊട്ടാണത്. ഈ കലാകാരന്മാർ ആദ്യമായിട്ടാണ് എല്ലാവരും? അതെ അതെ ആദ്യമായിട്ടാണ്. എല്ലാവരും ആദ്യമായിട്ടാണ്. ഒരുപാട് കലാകാരന്മാരാണ്. നിങ്ങളും ചെണ്ട കലാകാരൻ? ഞാൻ കുറുങ്കുഴ കലാകാരനാണ്. ഞങ്ങളുടെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ കാലങ്ങളായി തൃശ്ശൂർ പൂരം പങ്കെടുക്കണു. അപ്പോൾ തൃശ്ശൂർക്കാരനായ ഒരു കൊല്ലെങ്കിലും തൃശ്ശൂർ പൂരത്തിന് പുലിക്കളിക്ക് പങ്കെടുക്കണ്ടേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതൊരു 6-7 പേരോളം ഞങ്ങൾ വാദ്യക്കാരും കമ്മിറ്റിയാരും ഞങ്ങൾ വാദ്യ കലാകാരന്മാർ തന്നെയാണ്. അപ്പോൾ ഞങ്ങളൊന്ന് തൃശ്ശൂർ പൂരത്തിനൊന്ന് ഇപ്പോൾ റൗണ്ട് കീഴടക്കണ പോലെ 4 ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾ റൗണ്ട് പുലികളായി കീഴടക്കാമെന്ന് കരുതി. പൂരത്തിന് കുറുകുഴലും കൊണ്ട് കീഴടക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ അല്ലേ പുലിയായിട്ട് കീഴടക്കാമെന്ന് കരുതി. ആദ്യമായിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് ഈ ആദ്യത്തെ അനുഭവം? എങ്ങനെയുണ്ട്? ഇല്ല, കുഴപ്പമില്ല. വിചാരിച്ച പോലെയല്ല, അതിനും സിമ്പിളായിട്ടാണ് തോന്നുന്നു. നടക്കുമ്പോഴാണ് അല്ലേ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്തായാലും. ഓൾറെഡി കൊള്ളൊക്കെ ആയിട്ട് ഒരുപാട് ദൂരം ചണ്ടിയൊക്കെ ആയിട്ട് നമ്മൾ പൂരങ്ങൾക്ക് ഒരുപാട് നടക്കുന്നതായാലും നമുക്ക് നടത്തുന്നതിനൊന്നും പ്രശ്നങ്ങളില്ല. അത് തന്നെയാണ്. ഏതായാലും ഇവിടുത്തെ പ്രത്യേകത അതാണ് ഇവർ പറയുന്നത്. കൂടുതൽ കലാകാരന്മാർ, അതായത് ചെണ്ട കലാകാരന്മാർ, കുറുകുഴലും മറ്റുമൊക്കെ വായിക്കുന്ന കലാകാരന്മാർ ഒരുപാടുള്ള ഒരു ഭാഗമാണെന്നുള്ളതാണ്. ഇതൊരു മഞ്ഞപ്പുലി ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മഞ്ഞപ്പുലിയോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട്? ഈ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടല്ല, അടിപൊളിയല്ലേ. എത്ര വർഷമായി? ഞാൻ 4-ാമത്തെ വർഷക്ക്. എങ്ങനെയാണ് ഇത്തവണത്തെ ഈ ഒരു കപ്പ് നിങ്ങൾ നേടുന്നതാണ്? നമുക്ക് മത്സരിക്കണം, ജയിക്കാനാണ് മത്സരിക്കണത്. നമുക്ക് നോക്കാം ബാക്കിയൊക്കെ. ഇത്തവണയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ലക്ഷം രൂപ വീതം കേന്ദ്രത്തിന് സഹായമൊക്കെ ലഭിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെന്താ, അടിപൊളിയല്ലേ. സുരക്ഷേട്ടൻ ആ കേസിൽ മുട്ടണ്ട, നല്ല കാര്യം. ഫണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പുലിക്കളിക്ക്. കാരണം നമുക്ക് പരിപാടി കഴിയുമ്പോൾ ലാസ്റ്റ് കുറേ ബാലൻസ് തയ്യാണ്ടൊക്കെ വരും. അപ്പോൾ ഫണ്ട് വരട്ടെ. നഷ്ടം സംഭവിക്കുന്നു ഒന്നുമില്ലേ? പിന്നെന്താ, ഒരു 1 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടാവും, തയ്യാണ്ടൊക്കെ ആവും. അപ്പോൾ അതൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ പോകുന്ന സാഹചര്യം. പിന്നെന്താ, ഈ വർഷം 10 ടീം കണ്ട് പുതിയ ഇറങ്ങിയിട്ടുണ്ട് മൊത്തം. പക്ഷെ അത് കുറേ പേര് പല വർഷം നിർത്തിയിട്ടാവും വരാം. അപ്പോൾ എല്ലാ വർഷം ഉണ്ടാവാൻ നല്ല ടീമുകൾ ഉണ്ടാവണം. 8-9 ടീമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഫണ്ടിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള കിട്ടണം. സന്തോഷമുള്ള കാര്യം. പിന്നെ ഒരുപാട് സന്തോഷം. ആ പുലി അങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞയും വെള്ളയൊക്കെ അരുൺ, അത് തന്നെയാണ്. എന്തായാലും ഓണാഘോഷങ്ങൾക്ക് കൊട്ടിക്കലാശവുമായി തൃശ്ശൂർ നഗരത്തെ വിറപ്പിക്കാനെത്തുന്ന പുലികൾക്കായുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ളത്.